അപ്പോൾ ഇത് മുട്ടൻ്റെ ബർത്ത്ഡേ സീരീസ്. അപ്പോൾ മുട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാ? കമോൺ. ഞാനല്ല. അപ്പോൾ പറ, എൻ്റെ പേര് പറഞ്ഞോ. എൻ്റെ പേര് ആലീസ്. അപ്പോൾ ആലീസ് സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഊണി അവിടെ പടി തുടങ്ങി. ആലീസ് പ്രത്യേകം റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ ചെയ്യുന്നത്. സോ ലെറ്റ് സി ആരൊക്കെ എങ്ങനെയൊക്കെ ഒരുങ്ങുന്നു. തുടങ്ങിക്കോ. ഇങ്ങോട്ട് വന്നേക്ക്. അപ്പം നമുക്ക് മോയ്സ്ചറൈസറിൽ നിന്ന് എൻ്റെ മേക്കപ്പ് തുടങ്ങാം. നമ്മുടെ ഉപയോഗിക്കുന്നത് ജോയിൻ്റെ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനാണ്. ലിപ് ബാം, ഹിമാലയയുടെ 35 രൂപയുടെ ലിപ് ബാമാണിത്. ഇതിൻ്റെ സ്പിൻസിൻ്റെ പൗഡർ 5 രൂപ ഉള്ളൂ. ഇത് ഐഷാഡോ പാലറ്റ്, ഇത് ഫൗണ്ടേഷൻ ഉണ്ട്, ഇത് ബ്ലഷ്. അവസാനം ഞാൻ കഥകളി ഒരുക്കിയെന്ന് പറയുന്നത്. ഞാൻ ഇതിൽ നിന്ന് ഇത് കളറാം, ഇതെടുക്കാം, ഈ കളർ എടുക്കാം. ഓർക്കത്തുള്ളൂ. കണ്ണടച്ചോ, അങ്ങോട്ട് തിരിഞ്ഞിട്ട് കണ്ണടച്ചോ, എല്ലാവരും കാണാം. ഇവിടെ നടക്കുന്നത് ചായൻ തേപ്പാട് ഏഷ്യൻ പെയിന്റ്സ്. പായലിനും പൂപ്പലിനും അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ. എല്ലാവരും ഡാസ്ലറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണിക്കാം. ഒരുക്കി തരാന്നാണ് പറഞ്ഞത്. കോമാളിയാവോ അതോ സുന്ദരിയാവോ കണ്ടറിയാം. പരിപാടിയാണ്. പുതിയ ഹിമാലയൻ കാജൽ. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവൻ്റെ പാട്ട്. 10ൽ എത്ര മാർക്ക് കൊടുക്കും? എത്ര മാർക്ക് കൊടുക്കും? എന്താണ് ഗിഫ്റ്റ് വിത്ത് മീ? എന്റെ ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും കടയിൽ ഈ ഡ്രസ് നല്ല പൈസക്ക് കിട്ടും. അത് പോയി മേടിച്ച് വാങ്ങുക. അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഫേസ് മേക്കപ്പ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നേ, നമ്മുടെ ഫേസ് മേക്കപ്പ് കാണിച്ചു കൊടുക്കാം. നമ്മളെല്ലാം സെയിം പോലെയാണ്. ഫേസ് മേക്കപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ആലീസിന് വേണ്ടി ഹെയർ ചെയ്യാൻ പോവാണ്. ആലീസിന് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുറമെ കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട്.